സോ ഹലോ ഡിയർ വ്യൂവേഴ്സ്, അപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേന്റെ ടെസ്റ്റ് സ്ക്രീനിങ് നടന്നായിരുന്നു. സോ ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടവർ അവര് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ലീക്ക് ചെയ്തിട്ടുണ്ട്. സോ അവർ ഓവറോൾ പറയുന്ന സിനിമ അടിപൊളിയാണ്, പക്ഷേ എൻഡിങ് അത്ര അവരൊക്കെ അങ്ങോട്ട് വർക്കായില്ല, എൻഡിങ് കൊള്ളത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. സോ എൻഡിങ് അവർ ലീക്ക് ആക്കിയിട്ടുണ്ട്. സോ എൻഡിങ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് വീഡിയോനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. സോ ഇപ്പോൾ വരാൻ പോകുന്ന ഡൂംസ്ഡേ സിനിമയിൽ നമ്മുടെ സ്പൈഡർമാൻ ഇതുവരെ തന്നെ കൺഫേം ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. സോ ഈ ഡൂംസ്ഡേ സിനിമ നടക്കുന്ന ടൈമിൽ നമ്മുടെ സ്പൈഡർമാൻ എവിടെയായിരിക്കും എന്ന് ഇപ്പോൾ ഇവര് തന്ന ലീക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഐഡിയ കിട്ടി വരുന്നുണ്ട്. സോ ഈ എൻഡിങ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. സോ ഈ സിനിമയിൽ നിന്ന് സ്കോർപ്പിയൻ വരും, നമുക്ക് ഈ ട്രെയിലറിൽ തന്നെ സ്കോർപ്പിയനെ കാണിച്ചിട്ടുണ്ട്. സോ ടോം സ്റ്റോൺ എന്നൊരു വില്ലന്റെ താഴെയാണ് ഈ സ്കോർപ്പിയൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ടോം സ്റ്റോൺ ആരെന്ന് വെച്ചാൽ ഒരു ഗാങ്സ്റ്റർ ആണ്. ഇപ്പോൾ കിങ് പിൻ നമ്മുടെ ന്യൂയോർക്കിൽ ഇല്ല. സോ കിങ് പിന്നിന്റെ ആ സ്ഥലം പിടിച്ചെടുക്കാനായിരുന്നു ടോം സ്റ്റോണിന്റെ മോട്ടീവ്. സോ ഇപ്പോൾ ന്യൂയോർക്കിലുള്ള ഏലിയൻ ടെക്നോളജീസ് ഒക്കെ നമ്മുടെ സ്കോർപ്പിയനെ വെച്ച് ടോം സ്റ്റോൺ കളക്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ടോം സ്റ്റോണിന്റെ പണി. സോ ടോം സ്റ്റോൺ ഈ സിനിമയിൽ ഒരു ഏലിയൻ ടെക്നോളജി കളക്ടർ ആയിട്ടാണ് വരാൻ പോകുന്നത്. സോ ഇങ്ങനെ നമ്മുടെ സ്കോർപ്പിയൻ ഒരു ടെസ്റ്റ് ട്യൂബ് ടോം സ്റ്റോണിന് കൊടുക്കും. ആ ടെസ്റ്റ് ട്യൂബിന്റെ അകത്താണ് ഒരു വെനം ഉള്ളതെന്നാണ് ഇപ്പോൾ ലീക്സ് കിട്ടിയിട്ടുള്ളത്. അത് മറ്റേ നോവേ ഹോമിൽ നമ്മുടെ OG വെനം വിട്ടിട്ട് പോയ ചെറിയ പീസ് വെനം സ്കോർപ്പിയൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ടോം സ്റ്റോണിന് കൊടുത്തായിട്ടാണ് ലീക്സ് പറയുന്നത്. ടോം സ്റ്റോൺ ആ ചെറിയ പീസ് വെനം ഉപയോഗിച്ച് നമ്മുടെ സ്പൈഡർമാനെ റിവൈവ് ചെയ്യാനാണ് പോകുന്നതെന്നാണ് ലീക്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്. യെസ്, നമ്മുടെ സ്പൈഡർമാൻ എൻഡിങ്ങിൽ മരിക്കുമെന്നാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് സ്ക്രീനിൽ കണ്ടവരൊക്കെ പറയുന്നത്. സോ ഈ സിനിമയിൽ സ്പൈഡർമാൻ മ്യൂട്ടേഷൻ സംഭവിക്കും. സോ ആ മ്യൂട്ടേഷൻ സ്പൈഡർമാന് താങ്ങാൻ പറ്റാതെ ഒരു ലെവലായതിനു ശേഷം സ്പൈഡർമാന് താങ്ങാൻ പറ്റാതെ സ്പൈഡർമാൻ ഇങ്ങനെ ആ മ്യൂട്ടേഷൻ കാരണം മരിച്ച് വീഴുമെന്നാണ്. അതും ആൻമയുടെ ഗ്രേവിനടുത്തിട്ട് സ്പൈഡർമാൻ മരിച്ചു വീഴുമെന്നാണ് ഇപ്പോൾ ലീക്സ് ഒക്കെ കിട്ടുന്നത്. സോ ഇങ്ങനെ സ്പൈഡർമാൻ മരിച്ചതിന് ശേഷം ഈ ടെസ്റ്റ് സ്ക്രീൻ അതോടെ അങ്ങ് നിർത്തുമെന്നാണ് ഇപ്പോൾ ലീക്ക്. സോ ഇങ്ങനെ മരിച്ചുപോയ സ്പൈഡർമാന്റെ ബോഡിയിൽ വെനം കയറി സ്പൈഡർമാനെ റിവൈവ് എടുക്കുമെന്നാണ് ഇപ്പോൾ കഥകൾ എൻഡിങ് ലീക്ക് ആയിരിക്കുന്നത്. സോ ഈ ഡൂംസ്ഡേ ടൈമിൽ സ്പൈഡർമാൻ ചിലപ്പോൾ മരിച്ചു പോയതാകാം. സോ അങ്ങനെ സീക്രട്ട് വാർസ് തുടങ്ങുമ്പോൾ സ്പൈഡർമാൻ ബ്ലാക്ക് സൂട്ടുമായിട്ട് വരുമായിരിക്കും. സോ സ്പൈഡർമാൻ മരിച്ചിട്ട് സ്പൈഡർമാൻ കുഴിക്കകത്തെടുത്ത് ഇടുമെന്നാണ് പറയുന്നത്. കുഴിക്കകത്ത് മൂടി ഒരു കല്ലറയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വെനവും ആ കല്ലറയ്ക്കകത്ത് തന്നെ വീണ് കാണാം. ചിലപ്പോൾ സ്പൈഡർമാൻ മരിച്ചപ്പോൾ തന്നെ സ്പൈഡർമാന്റെ ബോഡിക്കകത്ത് അത് കാണാം. പിന്നീട് മരിച്ചതിന് ശേഷം അത് എങ്ങനെയെങ്കിലും റിവൈവ് ചെയ്ത് കൊണ്ടുവരും. സോ ഡൂംസ്ഡേ നടക്കുമ്പോൾ സ്പൈഡർമാൻ നമ്മുടെ ഇവിടെ കാണത്തില്ല, നമ്മുടെ എത്തി കാണത്തില്ല, മരിച്ചു കുഴിക്കകത്താണ് കിടക്കുന്നത്. സോ ഇതുപോലെ കോമിക്കിൽ ഒരു ടൈമിൽ നടന്നിട്ടുണ്ട്. സോ അങ്ങനെ ഗ്രേവിന്റെ അകത്ത് നിന്ന് സ്പൈഡർമാൻ ഇങ്ങനെ ഗ്രേവ് ഒക്കെ പൊട്ടിച്ചിട്ട് വരുന്ന ഒരു സീൻ ചിലപ്പോൾ റീക്രിയേറ്റ് ആയി സീക്രട്ട് വാർസിൽ ചെയ്യുമെന്നാണ് തോന്നുന്നത്. സോ എഗെയിൻ ഡൂംസ്ഡേ സ്പൈഡർമാൻ വരാത്തതിന് കാരണം ബ്രാൻഡ് ന്യൂ ഡേ എൻഡിങ് സ്പൈഡർമാൻ മരിച്ചു പോയതിനു ശേഷം വെനത്തിന്റെ ചെറിയ പീസ് സ്പൈഡർമാനെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരും. പക്ഷെ അങ്ങനെ ജീവനോടെ കൊണ്ടുവരുമ്പോൾ സീക്രട്ട് വാർസിന്റെ കഥ തുടങ്ങും. സോ അതുകൊണ്ടായിരിക്കണം സ്പൈഡർമാൻ ഡൂംസ്ഡേയിൽ വരാത്ത. സോ എൻഡിങ് ഇപ്പോൾ ലീക്സ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതുവരെ വർക്ക് ചെയ്തതെന്ന് അറിയില്ല. സോ അത് വർക്കാകുമോ എന്തോ നമുക്ക് സിനിമ വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ സ്പൈഡർമാനെ കൊല്ലൂ എന്നും ചെറിയൊരു ഇതുണ്ട്. എന്നാലും ജനറൽ ഓഡിയൻസിന് ഈ സിനിമ കാണുമ്പോൾ സ്പൈഡർമാൻ മരിച്ച കണക്കാണ് തോന്നുന്നത്. പക്ഷെ നമുക്കാണ് അറിയുന്ന സ്പൈഡർമാൻ വീണ്ടും തിരിച്ചു വരുമെന്ന്. സോ ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടവർ ഇത്രയും തന്നെ ലീക്സ് ചെയ്ത് തന്നിട്ടുള്ളൂ. സോ നെക്സ്റ്റ് ഈ ടെസ്റ്റ് സ്ക്രീനിങ് കണ്ടവരുടെ റിവ്യൂ ആയിരിക്കും അടുത്ത വീഡിയോ ഇടാൻ പോകുന്നത്. സോ ആ വീഡിയോ കാണണമെന്നെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.